BB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഈ സീസണിലെ ഫസ്റ്റ് മിഡ് വീക്ക് എവിക്ഷന് വേണ്ടിയുള്ള നോമിനേഷനാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. 6 പേരെയാണ് എല്ലാവരും കൂടി മിഡ് വീക്ക് എവിക്ഷന് വേണ്ടി നോമിനേറ്റ് ചെയ്യേണ്ടത്. ഈ മിഡ് വീക്ക് എവിക്ഷൻ ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയിലായിരിക്കും സംഭവിക്കുന്നത്. നോമിനേഷന് മുമ്പായി എന്തുകൊണ്ടാണ് ഓരോരുത്തരും ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കുന്നത് എന്ന് സ്വയം വന്ന് പ്ലാസ്മ ടിവിയുടെ മുമ്പിൽ നിന്ന് പറയേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും 6 പേരെ തിരഞ്ഞെടുക്കേണ്ടത്. 6 പേരെ തിരഞ്ഞെടുക്കുന്നതിനായി എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഫോട്ടോയും പേരും ഒട്ടിച്ച ഒരു ബോർഡ് ഇവർക്ക് നൽകിയിരുന്നു. ഓരോ കണ്ടസ്റ്റൻസും അവർ നോമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 6 പേരുടെയും നേരെ ഇൻറ്റു മാർക്ക് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇൻറ്റു മാർക്ക് കിട്ടുന്ന 6 പേരായിരിക്കും ഈ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആദ്യമായി നോമിനേറ്റ് ചെയ്യാൻ എത്തിയത് അനീഷ് ആയിരുന്നു. അനീഷ് നോമിനേറ്റ് ചെയ്തത് സരിക PG, ശൈത്യ, ശരത്, ബിൻസി, അനുമോൾ ആൻഡ് ആദില ആൻഡ് നൂറ. അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് സരിക, രേണു സുധി, ഒനീൽ, ശൈത്യ, ശാരിക ആൻഡ് റെന ഫാത്തിമ. ഒനീൽ നോമിനേറ്റ് ചെയ്തത് അഭിലാഷ്, സരിക, അനീഷ്, ശാരിക, രേണു സുധി, റെന ഫാത്തിമ. ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് അഭിലാഷ്, ആര്യൻ, ബിൻസി, ജിസേൽ, അനീഷ് ആൻഡ് ശരത്. സരിക നോമിനേറ്റ് ചെയ്തത് അഭിലാഷിനെയും അനീഷ്, ജിസേൽ, അനുമോൾ, ഒനീൽ, ആദില ആൻഡ് നൂറേനെയായിരുന്നു. ശൈത്യ നോമിനേറ്റ് ചെയ്തത് രേണു സുധി, റെന ഫാത്തിമ, അനീഷ്, ശാരിക, ജിസേൽ ആൻഡ് അഭിലാഷിനെയായിരുന്നു. പിന്നീട് വന്നത് അനുമോളായിരുന്നു. അനുമോൾ നോമിനേറ്റ് ചെയ്തത് സരിക, അനീഷ്, ശാരിക, ആര്യൻ, ബിന്നി, റെന ഫാത്തിമ. ബിൻസി നോമിനേറ്റ് ചെയ്തത് ഒനീൽ, ജിസേൽ, റെന ഫാത്തിമ, അനീഷ്, രേണു സുധി, സരിക. നെവിൻ നോമിനേറ്റ് ചെയ്തത് അനീഷ്, ഒനീൽ, റെന ഫാത്തിമ, രേണു സുധി, അനുമോൾ, ആര്യൻ. പിന്നീട് വന്നത് റെന ഫാത്തിമയായിരുന്നു. റെന ഫാത്തിമ നോമിനേറ്റ് ചെയ്തത് അഭിലാഷ്, രേണു സുധി, ഒനീൽ, ശൈത്യ, ബിൻസി, അനുമോൾ. ബിന്നി നോമിനേറ്റ് ചെയ്തത് രേണു സുധി, ഒനീൽ, അനീഷ്, അനുമോൾ, റെന ഫാത്തിമ, ശൈത്യ. രേണു സുധി നോമിനേറ്റ് ചെയ്തത് ബിൻസി, ജിസേൽ, റെന ഫാത്തിമ, ശൈത്യ, അഭിലാഷ്, അനീഷ് എന്നിവരെയായിരുന്നു. ശാരിക KB നോമിനേറ്റ് ചെയ്തത് സരിക, അനീഷ്, രേണു, ഒനീൽ, അഭിലാഷ്, അനുമോൾ എന്നിവരെയും ആയിരുന്നു. അടുത്തതായി ആദില ആൻഡ് നൂറയാണ്. അവർ നോമിനേറ്റ് ചെയ്തത് സരിക, ഒനീൽ, ജിസേൽ, അനീഷ്, ബിന്നി, ശൈത്യ എന്നിവരെയായിരുന്നു. ശരത്ത് നോമിനേറ്റ് ചെയ്തത് അനീഷ്, ശാരിക, ഒനീൽ, രേണു സുധി, റെന ഫാത്തിമ, ആര്യൻ എന്നിവരെയാണ്. അക്ബർ നോമിനേറ്റ് ചെയ്തത് അനീഷ്, ഒനീൽ, ശാരിക, അനുമോൾ, സരിക, രേണു സുധി. ജിസേൽ നോമിനേറ്റ് ചെയ്തത് സരിക, രേണു സുധി, അനീഷ്, ബിൻസി, ശൈത്യ, ശാരിക. അവസാനമായി എത്തിയത് ആര്യനായിരുന്നു. ആര്യൻ നോമിനേറ്റ് ചെയ്തത് നെവിൻ, സരിക, ശരത്, ബിന്നി, അനീഷ്, ഒനീൽ എന്നിവരെയാണ്. ഫസ്റ്റ് വീക്കിലെ വീക്കിലി ടാസ്കിൽ ഗോൾഡ് സ്റ്റോൺ നഷ്ടപ്പെടുത്തിയതിനാൽ തന്നെ അക്ബറും ഷാനവാസും ഡയറക്റ്റ് നോമിനേഷനുള്ളതുകൊണ്ട് ഇവരെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ബാക്കി 16 കണ്ടസ്റ്റൻസിൽ നിന്നും 6 പേരെയാണ് ഈ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടി നോമിനേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാവരുടെയും വോട്ടിങ്ങിന് ശേഷം അഭിലാഷ്, ശൈത്യ, അനുമോൾ, ശാരിക ഇവർ 4 പേർക്കും 7 വോട്ടുകൾ വീതം തുല്യ വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. അതിനാൽ ഇതിൽ നിന്നും ഒരു വ്യക്തിയെ മാത്രം എല്ലാവരും കൂടി മിഡ് വീക്ക് എവിക്ഷന് വേണ്ടി തിരഞ്ഞെടുക്കണം. അങ്ങനെ വോട്ടിങ്ങിലൂടെ ശാരിക KBനെയാണ് തിരഞ്ഞെടുത്തത്. ഫൈനലി ഈ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് വന്ന 6 വ്യക്തികൾ ശാരിക, സരിക, ഒനീൽ, അനീഷ്, രേണു സുധി, റെന ഫാത്തിമ എന്നിവരാണ്. ഈ മിഡ് വീക്ക് എവിക്ഷൻ ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയിൽ ഒരു ദിവസം സംഭവിക്കുന്നതായിരിക്കും. ഇവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തായിരിക്കും ഈ എവിക്ഷൻ നടക്കുന്നത്. ഈ 6 പേരിൽ നിന്നും 2 പേരായിരിക്കും മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഈ ഹൗസിൽ നിന്നും പുറത്താകുന്നത്.